ഷിയാബിനെ കണ്ടോ ഫ്രണ്ട് നിന്ന് നോക്കി ഇങ്ങനെ ഉണ്ടാവാം പഴയ ഫോട്ടോ എടുത്തില്ല ഒന്ന് തരും വേണ്ടിട്ടോ ഇവിടെ ഇങ്ങനെ പോയത് അതും കൂടി ഒന്ന് കാണിച്ചെടുക്കാം ഹെയർ ലൈൻ ഉണ്ടെങ്കിൽ ഇതാണ് കണ്ണുകൂടെ പൊന്നിച്ച ഒന്നും പറഞ്ഞില്ല കുറച്ച് കഴിയുമ്പോൾ പോയേക്കും അത് തരിപ്പ് ഇതിങ്ങനെ ചെയ്യുമ്പോഴേ മസാജിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് ഇങ്ങനെ വരും. ഹലോ അങ്ങനെയല്ല കോളില്ല അത് കോളില്ല മൈക്ക് 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 ഹലോ ഇങ്ങ വരും. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ കണക്കൂടെ ഒരു 4000 ഗ്രാഫ്റ്റ് വെക്കുന്നൊക്കെ ഇപ്പോൾ എത്രയാണ് ചിലവ് വരിക നമ്മളിവിടെ? 40,000 മാത്രം. എങ്ങനെയുണ്ട് ഈ ഒരു വർഷം 4 മാസത്തെ ജേണി? ഒരു വർഷം 4 മാസം എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ 3:20 മലപ്പുറത്ത് നിന്ന് ബസ്സിന് കേട്ടോ. എടുക്കാന്ന് വെച്ചാൽ നമ്മൾ HNS പോവാണ്. HNS കുറേ തവണ പോയാണ്, കുറേ തവണ റൂട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നുകൂടി കാണിച്ചു തരാണ്. 3:20 ബസ്സിന് കണക്കാക്കിയാണ് മലപ്പുറത്തെത്തി. മലപ്പുറത്ത് നിന്ന് ബസ് കയറി നമുക്ക് 200 രൂപ ടിക്കറ്റിൽ പാലക്കാടേക്ക് എത്തട്ടോ. പാലക്കാട് ഏകദേശം 6-6:15 ആയപ്പോൾ എത്തി. 6:15 തന്നെ ഷിയാബും അവിടെ വന്ന് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ട് വന്ന്. പിന്നെ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തർ മാത്രമേ ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തെന്ന് പോയി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ കോയമ്പത്തൂർ ബസ് കയറി. കോയമ്പത്തൂർക്ക് ഒരാൾക്ക് 60 രൂപ ബസ് ഉണ്ട്. കോയമ്പത്തൂർ ഇപ്പോൾ ഏകദേശം 7:50 ഇവിടെ എത്തിട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള കുറച്ച് സ്കാമുകൾ പറഞ്ഞുതരാം. ഓട്ടോക്കാരുടെ നമ്മൾ റേറ്റ് ചോദിച്ചേക്കാം. നമ്മളെ HNS ക്ലിനിക്ക് പോകാനുള്ള. അതുപോലെ തന്നെ നമുക്ക് ബസ് അവിടെ നിന്ന് തന്നെ കിട്ടും 90 ബസ്. ഷേബ് പോയേക്കല്ലോ നമുക്ക് ഓട്ടോറിക്ഷ പോകാം. ഇവിടെ ബസ് സ്റ്റാൻഡിൽ തന്നെ ഓട്ടോ നിർത്തിന്. ഷേബ് ചോദിച്ചേക്കാം ഓട്ടോറിക്ഷയ്ക്ക് എത്ര രൂപ ചോദിച്ചേക്കാം ക്ലിനിക്ക് പോകാൻ? തൊട്ടിപ്പാളയം പിരിവ് റേറ്റ് ഉണ്ട് കേട്ടോ ചേട്ടാ. തൊട്ടിപ്പാളയം പിരിവ് റേറ്റ്? തൊട്ടിപ്പാളയം പിരിവ് ആ രണ്ടാള് ആ എയർപോർട്ട് പക്കത്തിൽ അവിനാശി റോഡ് ഇല്ല? അങ്ങനെ എവിടെ വരും? എവിടെ വരും? ഹലോ അങ്ങനെയല്ല കോളില്ല അത് കോളില്ല മൈക്ക് 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 ഹലോ ഇങ്ങ വരും. എന്റെ റേറ്റ് தொட்டிப்பாளையம் பிரிவா மெயின் ரோடாவா? മെയിൻ റോഡാണ്. மெயின்லேவா? அவ்வளோதான். எவ்வளோ சொல்லிருங்க. 600 ரூபாய் வரும். 600 தூரம் உண்டு. அது கிலோமீட்டருக்கு ஜாஸ்தி இருக்கு. ബസ് എവിടെ കിടക്കും? അവിടെ വരും ടൈമിംഗ് 6 தான். എവിടെ തരാം? 600 എന്താ 500 രൂപയൊക്കെ ഉണ്ടോ ദൂരം? എയർപോർട്ട് കഴിഞ്ഞിട്ട് പോണം. അത്ര 500 ഉണ്ടോ? ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഇവിടെ പീരമേട് പോയാലും 350 രൂപ വാടക ഉണ്ട്. അതും കഴിഞ്ഞിട്ട് മൊത്തം 17 കിലോമീറ്റർ വരും. അപ്പ് ആൻഡ് ഡൗൺ 35 കിലോമീറ്റർ വരും. ഞാൻ നോക്കട്ടെ. 5 രൂപ തരുവാ. ഞാൻ നോക്കട്ടെ. അപ്പൊ ആ ഒരു ഓട്ടോ പോയി കണ്ട് വില വയ്ക്കണ്ട. 15 കിലോമീറ്റർ ഓടാനാണ് 600 റുപ്യ ചോദിച്ചോല്. ബസ് ഇതാ ഇവിടെ തന്നെ ഈ സ്റ്റാൻഡിൽ തന്നെ ഇവിടെ വരും 90 ബസ്. ഇപ്പം നമ്മളുള്ളത് ഉക്കടം ബസ് സ്റ്റാൻഡിലാണ്. ഉക്കടം ഉണ്ട്, ഗാന്ധിപുരം ഉണ്ട്. ഗാന്ധിപുരത്താണെങ്കിൽ 20 ബസ്. ഫസ്റ്റ് നമ്മൾ എത്തുക KSRTC നമ്മൾ വന്ന് ബസ് ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ടാണ് ഉക്കടത്ത് അവിടെ ഇങ്ങനെ നിർത്തിയിടും KSRTC ബസ്. അതിൻ്റെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 90 ബസ് കയറിയാലും ജസ്റ്റ് 20 റുപ്യ ടിക്കറ്റിൽ നേരെ തൊട്ടിപ്പള്ളിന് മുമ്പിൽ നിന്ന് ഇറങ്ങട്ടെ നമുക്ക്. അവിടുന്ന് ബസ് കയറി 90 കയറി കഴിഞ്ഞ് 21 റുപ്യ ടിക്കറ്റുണ്ട്. 21 റുപ്യ ടിക്കറ്റിൽ ഒരു 3/4 മണിക്കൂറാണ് മാക്സിമം ഇവിടെ എത്തും. ഇപ്പോൾ സമയം 8:45 നമ്മളിവിടെ HNS മുമ്പിലെത്തിന്. ഇവിടെ തുറക്കുന്നുള്ളൂ 9 മണിക്ക്. അപ്പോൾ ഞാൻ 2:30 ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ പോകുന്നിട്ടോ. ഇവിടെ ഈ ടൈമിലെത്തിയത് കറക്റ്റ് 9 മണിക്ക് ഓപ്പൺ ആവും. ഇവിടെ ആരും എത്തിയിട്ടില്ല. ഞങ്ങളെ ഫസ്റ്റ് ഇതുവരെ PRP എടുത്ത ഷിയാബ് അങ്ങനെ GFCയിലേക്ക് ചാടി 20 ml ബ്ലഡ് കൊടുക്കുന്നു. GFCൻ്റെ ട്യൂബാട്ടതൊക്കെ 4 ട്യൂബ് 5 കുത്തണം. പിന്നെ നമ്മൾ തലയിൽ കുത്താനുള്ള 10 സിറിഞ്ച് ഇങ്ങനെ കിട്ടട്ടെ നമുക്ക്. എൻ്റെ ചോര പെട്ടെന്ന് കിട്ടും. എൻ്റെ ചോരൻ്റെ പോലെയല്ല പോഞ്ഞു വരും അല്ലേ, ഫാസ്റ്റാണ്. അപ്പോൾ GFCക്ക് ബ്ലഡ് കൊടുത്തിട്ടോ. ഇതുവരെ PRP ചെയ്ത് ഷിഹാബിക്കുറി GFC ചെയ്തു. എന്താ കാരണം? GFC ഞാൻ ഇപ്പൊ നീ ചെയ്യാറുണ്ടല്ലോ. ഞാൻ ഓൾറെഡി ഫസ്റ്റ് മുതലേ GFC ടൈം ഉണ്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ GFC ചെയ്തത്. GFCക്ക് ടൈമാണ് അപ്പം എൻ്റെ പ്രശ്നം അല്ലേ? PRP എത്ര ടൈം കൊണ്ട് കയ്യിൽ 1.5 മണിക്കൂർ. PRP 4 മണിക്കൂർ. GFCക്ക് 1.5 മണിക്കൂർ 3/4 മണിക്കൂർ എന്തായാലും എടുക്കും അല്ലേ? പക്ഷേ ഇത് രണ്ടും സെയിം പ്രൊസീജിയറാണ്. എനിക്ക് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇത് രണ്ടും സെയിം പ്രൊസീജിയറാണ്. പിന്നെ കുറച്ച് ബ്ലഡ് കണ്ടന്റ് കൂടുന്നുള്ളത് പിന്നെ വേറെ എന്തോന്ന് കൂട്ടുന്നുണ്ടോ അല്ലേ? അത് മാത്രമേ ഉള്ളൂ. എനിക്ക് GFCക്ക് ബ്ലഡ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തിട്ട് എത്ര മാസം അറിയോ?
1 വർഷം 4 മാസം 4 മാസമായി. എൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായി. ഷിയാബിൻ്റെ റിസൾട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഷിയാബിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഈ 1 വർഷം 4 മാസത്തെ ജേണി? 1 വർഷം 4 മാസം എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. കാരണം പണ്ട് ഒരു മുടി ഇല്ലാത്ത നടന്ന സമയം ഇപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം നമുക്കെല്ലാം ഒരു വീഡിയോസ് ആണെങ്കിലും അപ്പോൾ ഒരാളുടെ മുന്നിൽ പോയി ഇരിക്കേണ്ട കോൺഫിഡൻസ് ആണെങ്കിലും എല്ലാം സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ പുതിയ പരിപാടി തുടങ്ങിയിട്ട് ആസ്ബി ഫാഷൻസിലെ കുറേ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അവൻ്റെ ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കോൺഫിഡൻസ് ആയിട്ടുണ്ടാവില്ല ചെയ്യാനൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്യാനുള്ള. എനിക്ക് ഇപ്പോൾ ഈ ട്രിപ്പ് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസം വന്നപ്പോൾ അത്യാവശ്യം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഞാൻ ഇപ്പോൾ അടുപ്പിച്ച് PRP എടുത്ത്. നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നാട്ടിൽ? ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ദുബായൊക്കെ പോയി വന്നില്ല? ദുബായി പോയ സമയത്ത് അവിടെ മിനറൽ വാട്ടർ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നാട്ടിൽ വന്ന ശേഷം പിന്നെ നോർമലായിട്ടുള്ള കൊഴിച്ചിലും കാര്യം തോന്നുന്നില്ലല്ലോ? കൊഴിച്ചിലുണ്ട്. കാരണം ഞാനിപ്പോൾ നമുക്കൊരു ഇപ്പോൾ നമ്മൾ വെള്ള വിരിപ്പയിൽ കടന്നാൽ മാത്രം നമുക്കത് അറിയാൻ പറ്റും. വെള്ള തലേനെ കടന്നാൽ വെള്ള ഇതിൽ മാത്രമേ കടന്നാലേ അറിയാൻ പറ്റുള്ളൂ. വെള്ള ബെഡ്ഷീറ്റിൽ കടന്നാൽ മാത്രമാണ് നമുക്കിത് നമ്മുടെ തലയിൽ എത്ര മുടി കൊഴിയുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ നല്ലപോലെ കൊഴിയുന്നുണ്ട്. നല്ലപോലെ കൊഴിയുന്നുണ്ട്. വെച്ചതാണോ കൊഴിയണതോ എക്സിസ്റ്റിംഗ് മുടിയാണോ മനസ്സിലാവുന്നുണ്ടോ? കടന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരുപാട് മുടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഗ്യാപ്പുള്ള പോലെ തോന്നുന്നുണ്ടോ വെച്ച ഭാഗത്ത്? പിന്നെ ഗ്യാപ്പ് കുറച്ച് വെച്ച ഭാഗത്ത് ഗ്യാപ്പ് എനിക്ക് അത്രയും ഫീൽ ചെയ്തിട്ടില്ല. വെച്ച ഭാഗം കൊഴിയുന്നില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ബാക്കിൽ നിന്ന് എനിക്ക് അത്യാവശ്യം ഈ ഏരിയ നിന്നൊക്കെ എനിക്ക് അത്യാവശ്യം മുടി പോകുന്നുണ്ട്. പക്ഷെ എന്നാലും അത്രയ്ക്കില്ല കേട്ടോ. ഇപ്പോൾ GFC PRP എല്ലാം ചെയ്യുന്ന കാരണം കൊണ്ട് അത്ര കുറവാണ്. നോർമലി ഒരു ദിവസം 100 മുടി കൊഴിയുന്നല്ല കുറച്ച് അത്രയൊക്കെ തന്നെ അങ്ങനെയുണ്ട്. പിന്നെ മിനോക്സിഡിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പ്ലാന്റേഷൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുടിയുള്ളതൊക്കെ പോയതും. ശരിക്കും പറഞ്ഞ മിനോക്സിഡിൽ എല്ലാവരും ചോദിക്കുന്നതാണ് മിനോക്സിഡിൽ എങ്ങനെയാണ് നീ ഉപയോഗിച്ചല്ലേ? നിന്റെ എക്സ്പീരിയൻസ് ആണ് മിനോക്സിഡിൽ ഉപയോഗിച്ചിട്ടുള്ള? ഞാൻ ആദ്യം തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ എനിക്ക് കുറച്ച് മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കരാഗ്ലോ എന്ന് പറഞ്ഞ ടാബ്ലറ്റാണ് തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നു. പിന്നെ മിനോക്സിൽ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു ജെൽ പോലെ തലയിൽ തേക്കുന്ന ഒരു ജെല്ലെന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇത് തേച്ചിട്ടടക്കം ഈ കരാഗ്ലോ കഴിച്ചിട്ടടക്കം എനിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. കരാഗ്ലോ ഞാൻ കണ്ടിന്യൂസ് ഒരു 3 മാസത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് എനിക്ക് ഒരു എഫക്റ്റും കിട്ടിയിട്ടില്ല. മിനോക്സിൽ 2 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു. അത് പറഞ്ഞ എല്ലാം ചെയ്തു. പക്ഷെ ഒരു ബെനിഫിറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും പറയുന്നത് മിനോക്സിൽ ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം നന്നായിട്ട് ഉള്ളു വരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നിർത്തിയ ശേഷം എനിക്ക് നല്ലപോലെ, ഇപ്പം നിർത്തിയിട്ടാണെന്ന് എനിക്കറിയില്ല, നല്ലപോലെ മുടി കൊഴിഞ്ഞു. ഈ ഒരു ഏരിയ മൊത്തം മുടി പോയിട്ടുണ്ടായിരുന്നു. സാധാരണ കൊഴിഞ്ഞാൽ സ്പീഡ് പോയി. പക്ഷെ അതിനുശേഷമാണ് പിന്നെ ഈ മറ്റേ ഡെർമാറോളറും പിന്നെ എന്തോ ഒരു ന്യൂ ഹെയർ ലോഷൻ. ഞാൻ ആകെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ ഉപയോഗിച്ച ഒരൊറ്റ സാധനം അതാണ്. ന്യൂ ഹെയർ ലോഷൻ ഞാനൊരു 2-3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചു. കാരണം എൻ്റെ കടൻ്റെ അടുത്തുള്ള ഒരാൾക്ക് ഇതേപോലെ മുടി ഉണ്ടായി ഇത് തേച്ചിട്ട്, മൂപ്പർക്ക് ഉള്ളില്ലാത്തതിന്. അപ്പോൾ അത് കണ്ടാണ് ഞാൻ വാങ്ങി 2-3 ബോട്ടിൽ വാങ്ങി. തെർമാറോളൊക്കെ അരച്ച് ഇവിടെ പെരും വേദനയൊന്നും ചുവന്ന് വന്നിരുന്നു. നന്നായിട്ട് ഇറക്കണം എന്നാണ്. എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടായില്ല. എൻ്റെ മുടി വന്നിട്ടില്ല. ഞാൻ ഒരു 3 മാസം കണ്ടിന്യൂസ് യൂസ്. കാരണം നമ്മളത് നന്നായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മുറിയായിട്ട് പിന്നെ രാത്രി നല്ല തലവേദന. അതുകൊണ്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റും ഉണ്ടായില്ല. കാരണം കുറെ ആൾക്കാർ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ഉള്ളോല് നമ്മൾ കണ്ടോലുണ്ട്. ഉള്ളോല് ചിലവർക്ക് ഉള്ളുണ്ട്. പക്ഷെ ചിലവർക്ക് കൂട്ടുകാരന്റെ കോമഡി പറഞ്ഞ ഇന്ത്യത് ശരിയായില്ല. കൂട്ടുകാരന്റെ റൂംമേറ്റ് ദുബായിലെ പുള്ളി കസന്റിയാണ്. പുള്ളിക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം മുടി വന്നതാ ഇത് ഡെർമാറോളർ ചെയ്തിട്ടാണെന്ന് പുള്ളി പറഞ്ഞത്. പക്ഷെ എനിക്കറിയില്ല. പുള്ളി പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ അതിനുശേഷം ഈ കുറെ നാട്ടുവൈദ്യന്മാരുടെ എണ്ണ ഉപയോഗിച്ചായിരുന്നു. പക്ഷെ അതിലൊന്നും യാതൊരു ബെനിഫിറ്റും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ വെറുതെ അങ്ങനെയൊക്കെ പോയി ചാടുന്ന ആൾക്കാർ വെറുതെയാണ്. ചിലർക്ക് കുറെ റീലുണ്ടറാ. ഇപ്പൊ നമ്മൾ ഇതിനെ അടിച്ചു നോക്കുമ്പോഴേ കുറെ ഇത് വന്നിട്ട് ചെയ്തത് മറ്റേത് കുറെ ഓയിൽ തേച്ചിട്ട് മുടി വരുന്നു എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് തേച്ച ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്കിത് അറിയാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് വന്നിട്ടില്ല. സീരിയസ്ലി എനിക്ക് വന്നിട്ടില്ല. ഞാൻ തരാം അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചു. ആകെ ന്യൂ ഹെയർ ലോഷൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അതുകൊണ്ടൊരു ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് നിർത്തുക ചെയ്തത്. അതുകൊണ്ട് എനിക്കതൊന്നും ഒരു മുടി പോലും വന്നിട്ടില്ല. ഉള്ള മുടി കൊഴിഞ്ഞു പോകുന്നല്ലാതെ ഞാൻ പിന്നെ ഓൾറെഡി ഫസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണില്ല. പക്ഷേ ഈ എണ്ണയൊക്കൊന്നും എനിക്ക് പണ്ടേ ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷേ ഈ ന്യൂ ഹെയർ ലോഷൻ്റെ റിസൾട്ടിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ അത് എനിക്കും കിട്ടിയില്ല. പിന്നെ ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നേരെ ഞാൻ ആലോചിച്ച നേരെ ട്രാൻസ്പ്ലാന്റേഷനാണ്. പിന്നെ ഒരു കുറെ കാലം ഇതിനെപ്പറ്റി സെർച്ച് ചെയ്താണ് ലാസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ എത്തി. കുറെ സെർച്ച് ചെയ്ത് ലാസ്റ്റ് HNS കണ്ടുപിടിച്ചു. നമുക്ക് 2 പ്രശ്നങ്ങളുള്ളത്. ഒന്ന് നമുക്ക് റിസൾട്ട് വേണം. രണ്ടാമത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. അത്രയും പ്രൈസ് കൊടുത്തൊന്നും ഒന്നാമത് ഇതൊരു എന്താ പറയുക അത്യാവശ്യമുള്ള സർജറി ഒന്നല്ല.
നമുക്ക് എന്താ സ്കിന്നിനൊരു ബ്യൂട്ടിക്ക് വേണ്ടി സർജറിയാണ്. അപ്പോൾ അത് വീട്ടിൽ നിന്നും ആരും സമ്മതിക്കുന്നില്ല ഇതിന്. ഫ്രണ്ട്സൊക്കെ പറയും എന്തിനാ ഇപ്പൊ അതിന്റെ ആവശ്യം, ഉള്ളവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. നമ്മളൊക്കെ പറഞ്ഞാണ് തലവേദന മാറൂല, നരമ്പ് പൊട്ടും, അങ്ങനെയാവും, കണ്ണിന്റെ കാഴ്ച പോവും, മുടിയിൽ സ്മെല്ല് ഉണ്ടാവും. സത്യം പല അഭിപ്രായങ്ങൾ പലരും. ഇതൊന്നും ചെയ്തോലെന്നല്ല, അവർക്ക് വെറുതെ മനസ്സിൽ തോന്നുന്നു പറഞ്ഞിട്ട് നമ്മള് കുറേ സെർച്ച് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇവിടെ എത്തിപ്പെട്ടത് കേട്ടോ. പക്ഷെ ഇത് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അവര് പറയും അത് എല്ലാവർക്കും ഉള്ളതാണ്, ആ ഒരു സീനുണ്ട്. അപ്പോൾ അങ്ങനെ റിസൾട്ട് ഇതാണ്. ഇപ്പോൾ നമ്മൾ 1 വർഷം 4 മാസം നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ മുകളിൽ ഇപ്പോൾ എൻ്റെ ആളെ കണ്ടു കേട്ടോ, 1 മാസമായതും 2 മാസം റിസൾട്ട് കണ്ടായിരുന്നു. അവരോട് ചോദിച്ചോക്കാം, അവരൊന്ന് കാണിച്ചു തരാൻ പറ്റും. റിസൾട്ട് ഉണ്ട്. 1 മാസം പറഞ്ഞാൽ റിസൾട്ട് അല്ല, അപ്പോൾ ആ ചെയ്തതേ കാണുള്ളൂ. പിന്നെ 3 മാസം ഒരാളുണ്ട്, ആ ഷെഡിങ് ടൈം കഴിഞ്ഞ ഒരാളുണ്ട് അവിടെ. ഞാൻ അവരെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പോയപ്പോൾ കണ്ട PRP പോയപ്പോൾ GFCക്ക് പോയപ്പോൾ. അപ്പോൾ അവൻ്റെ റിസൾട്ട് നമുക്ക് കാണാം. ഷിയാബിനെ കണ്ടോ, ഫ്രണ്ട് നിന്ന് ഇങ്ങനെ നോക്കി എങ്ങനെ ഉണ്ടാവാം. പഴയ ഫോട്ടോ എൻ്റെ അടുത്തില്ല, അതൊന്നും തരും വേണ്ടിട്ടോ. ഇവിടെ ഇങ്ങനെ പോയത് അതും കൂടി ഒന്ന് കാണിച്ചെടുക്കാം. ഹെയർ ലൈൻ ഉണ്ടെങ്കിൽ ഇതാണ് ഹെയർ ലൈൻ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുടി ഇതൊക്കെ PRPയിൽ GFCയിൽ ഉണ്ടാവുന്നത്. അവിടെ നമുക്ക് ഇല്ലല്ലോ അതിൽ. ഇവിടെ ചെറിയ മുടികളൊക്കെ ഇതൊക്കെ പറ്റും. ഈ മുന്നിൽ പറ്റലുണ്ടോ? പറ്റിലുണ്ട്. അല്ല ഇവിടെ പറ്റ് ക്രോപ്പ് ചെയ്യില്ലല്ലോ. ഇല്ല. പക്ഷെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുടികൾ കാണാണ്ടല്ലോ. അപ്പോൾ പിന്നെ റിസൾട്ട് ഇപ്പോഴും കഴിയുന്നുണ്ട്. അതായിരിക്കും. ഇതാണ് ഫ്രണ്ട് ഹെയർ ലൈൻ കേട്ടോ. വെച്ചത് ഏകദേശം ഒരു ഇത്ര ഏരിയ കഴിക്കാറ്. ഇവിടെ അല്ല വെച്ചത് 3000 ഗ്രാഫ്റ്റ്. ഇതാണ് 3500 ഗ്രാഫ്റ്റ്. ഇവിടെ ഒന്നും ഇല്ല, കഴിഞ്ഞ് അടുത്തതായി. പിന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ സൈഡ് ഇങ്ങനെ ക്രോപ്പ് ചെയ്താണ് ഇപ്പോൾ. ഇത് പറ്റ ക്രോപ്പ് ചെയ്താ ഇപ്പോൾ ക്രോപ്പ് ചെയ്താണ് നരച്ചിട്ട് നമുക്കാകും. അപ്പോൾ ഇതാണ് ഓൻ്റെ റിസൾട്ട്. എൻ്റെ നിങ്ങൾ ഓൾറെഡി കണ്ടാണ്, എന്നാലും ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഞാൻ ചീവി വെച്ചപ്പോൾ എൻ്റെ അവസ്ഥ. അതിൻ്റെ ഹെയർ ലൈൻ കാണിക്കും. ഇനി അല്ല, ഇതിവിടെ നോക്കിയാൽ ക്രൗൺ ഏരിയ ഒക്കെ എങ്ങനെയാണ്. ചീവി വല്ലാതെ അറിയണമെന്നില്ല, പക്ഷെ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ 2 മാറി ഇങ്ങനെയുള്ള ഹെയർ ലൈൻ പറഞ്ഞാൽ ഇതാ കറക്റ്റ് ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഫ്ലവർ ഇങ്ങനെ ഹെയർ ലൈനിലൊന്നും ഇവിടെ ഒന്നും കൊഴിഞ്ഞ ഫീലെങ്കില്ല, പക്ഷെ ഇവിടെ നല്ല കൊഴിഞ്ഞ ഫീലുണ്ട് ഈ ക്രൗൺ ഏരിയയിൽ. ഇവിടെ ഓൾറെഡി എനിക്ക് കുറവാണ്. ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഇവിടെ ഒന്നും ഇല്ല, ഇങ്ങനെ മൊത്തത്തിൽ കുറവേനി. പക്ഷെ ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ തീരല്ലാത്ത ഫീൽ അയച്ച്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് നീട്ടി വളർന്ന് അറിയുന്നൊന്നുമില്ല, നല്ലോണം അറിയുമ്പോൾ ചെയ്യാന്നുള്ള കണ്ടീഷനാണ്. പിന്നെ സൈഡ് ബാക്ക് ഒക്കെ ഒന്നും അറിയണമെന്നില്ല. ഇവിടെ നിന്ന് എടുത്തൊരു അടയാളമല്ലോ കേട്ടോ. വൃത്തിയാണ്, നമ്മൾ വൃത്തിയാണ്. 1.5 വർഷത്തെ റിസൾട്ട്. ഇപ്പം എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സെറ്റ് അടിപൊളിയാണ്. കാരണം 1 വർഷം വരെയാണ് ഒരു റിസൾട്ട് വരും. പണ്ട് നോക്കിയപ്പോൾ എനിക്ക് ഇപ്പോഴും ചെറിയ മുടി അവിടെ കാണാണ്ട്, അപ്പോൾ ഇപ്പോഴും വളർന്ന് വരുന്നുണ്ടാവും ചിലപ്പോൾ അല്ലേ. അത് കൊഴിഞ്ഞിട്ട് വരുന്നതാണോ അറിയില്ല, പറയാൻ പറ്റില്ല. അതെ. GFC കിറ്റ് ഇതാട്ടൻ്റെ 10 സിറിഞ്ച് കുത്താണ്. എനിക്ക് എങ്ങനെയുണ്ട്? എൻ്റെ ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലോ. നൈസായിരുന്നു, അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സുഖത്തെ കയറാം. മസാജർ ചിങ്ങ ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ അതിനിടെ കുത്തുമ്പോൾ അറിയരുത്, അപ്പോൾ രസമാണ്. ഇതൊക്കെ നല്ല സുഖമാണ്. ഞാൻ സൂചന കുത്തുമ്പോഴാണ് ഇതിന് വേദന വരിക. സ്റ്റാർട്ട് ചെയ്ത് കണ്ണുകൂടെ ഇങ്ങനെ പൊന്നിച്ച പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിയുമ്പോൾ പോയേക്കും. അത് തരിപ്പ് ഇതിങ്ങനെ ചെയ്യുമ്പോഴേ മസാജിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഇങ്ങനെ വരും. അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കുത്തുമ്പോൾ അല്ലാതെ അറിയില്ല മസാജ് അമർത്തണം എന്നുള്ളൊരു ഫീലാണ് വരുന്നത്. എന്നാലും വേദന ഉണ്ട് കേട്ടോ, ചെറുത് വേദന എല്ലാം അറിയണില്ല, പക്ഷെ അത് അറിയണില്ല. മസാജറിൻ്റെ പ്രസ് ചെയ്യണ വേദനയാണോ അറിയില്ല. GFC കഴിഞ്ഞിട്ടോ, ചെയ്ത് കഴിഞ്ഞ് ഇതായിരിക്കണേ, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ചെറിയ വേദന അത്രേ ഉള്ളൂ. കഴിഞ്ഞതാ ഷിയാബടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കുത്തിരിക്കണേ, ഞാനവിടെ കുത്തിരിക്കണേ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോകാൻ വെച്ചു. ഓ മാം, ഞാനിവിടെ വന്നപ്പോൾ സ്റ്റാഫിനോടൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ എന്തോ ഡിസംബറിൽ എന്തോ ഓഫർ ഉണ്ടായിരുന്നപ്പോൾ ഈ ചെയ്യുന്നവർക്ക്. ശരിയാണ്. അത് ഇപ്പം നമ്മളൊരു പുതിയ ബ്രാഞ്ച് ചെന്നൈയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ചെന്നൈയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ബ്രാഞ്ച് ഉണ്ടോ? ഇതല്ലാണ്ട് ചെന്നൈയിലും? കോയമ്പത്തൂരും ചെന്നൈ മാത്രമേ. ചെന്നൈ എന്ന് ഓപ്പൺ ആക്കി? ചെന്നൈ കഴിഞ്ഞ ഞായറാഴ്ച 17-ാം തീയതി അവിടെ വെച്ചിട്ട് എല്ലാം അവിടെയാണ്. ഇപ്പൊ ഇവിടേക്ക് എന്തൊക്കെയാണോ ട്രീറ്റ്മെന്റ്സ് ഉള്ളത് സെയിം ട്രീറ്റ്മെന്റ്സ് തന്നെയാണ് അവിടെ കിട്ടും. അപ്പോൾ ടെക്നീഷ്യൻസ് ഒക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അത് കുറച്ചുപേർ അങ്ങോട്ട് പോയതാണ്. അങ്ങനെയാണ്. പുതിയ ആളല്ലല്ലോ? പുതിയ ആളല്ല, ഇവിടുത്തെ ആൾക്കാരേ ഉള്ളൂ. കുറേ പേരുണ്ടായിരുന്നോണ്ട് അങ്ങോട്ട് കുറച്ച് ആൾക്കാർ ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിട്ടാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഓഫർ? അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ജനുവരി 31 വരെ ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക്, ചെന്നൈയിലാണെങ്കിലും കോയമ്പത്തൂർ ആണെങ്കിലും ജനുവരി 31 വരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ യൂഷ്വലി PRP ആണല്ലോ ഫ്രീ തന്നോണ്ടിരുന്നത്. 3 GFC അവർക്ക് ഫ്രീ ആണ്. അതിന്റെ കൂടെ 3000 കൊടുത്ത മെഡിസിൻ നമ്മൾ കൊടുക്കുമല്ലോ 3 മാസത്തിന്റെ, അതും ഫ്രീ ആണ്. അപ്പൊ ഗ്രാഫ്റ്റിന്റെ പൈസ മാത്രമേ വരുള്ളൂ ഇവിടെ. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടും ടെസ്റ്റ് വരുമ്പോൾ അവിടെ തന്നെ എടുത്തോണ്ട് വരുവാണെങ്കിൽ പിന്നെ അവിടെ പിന്നെ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ അതൊരു നല്ലൊരു പുതിയ ഓഫർ. അത് 31 വരെയുള്ള ജനുവരി 31 വരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലേ ഇവിടെ? അന്ന് ഇവിടെ ഓപ്പൺ ആയിരുന്നു അല്ലേ? അതെ. അതുകൊണ്ട് ആ ഒരു സമയത്ത് പിന്നെ
ഇത് കോയിൻസിഡന്റ് ആയി പോയി ഈ വർഷം അങ്ങനെ വരുന്നത്. ചെന്നൈയിൽ എവിടെയാണ് വരുന്നത്? കറക്റ്റ് ചെന്നൈ ലൊക്കേഷൻ കോയമ്പേട് ബസ് സ്റ്റാൻഡിന്റെ നേരെ അവിടുത്തെ ഓപ്പോസിറ്റിലാണ്. മെട്രോയ്ക്കും കോയമ്പേട് ബസ് സ്റ്റാൻഡ് മെയിൻ ബസ് സ്റ്റാൻഡ്. മെയിൻ ബസ് സ്റ്റാൻഡാണ് അവിടെ. ഇപ്പോൾ പുറത്തുനിന്ന് ബസ് വരുന്നതും ഈ ട്രാവൽസ് ബസ്സുകളും പിന്നെ നോർമൽ ഗവൺമെന്റ് ബസ്സസ് ഒക്കെ വരുന്ന ഒറ്റ മെയിൻ സ്ഥലമാണ്. അതിന് തൊട്ട് നേരെ ഓപ്പോസിറ്റിലാണ്. അപ്പോൾ അവിടെ കൺസൾട്ട് ചെയ്യാൻ ആരുണ്ടാവുക? നമ്മൾ മാഡം ഇവിടെയാണുള്ളത്. ഞാൻ ഇവിടെയാണ്, സാർ അവിടെ ആയിരിക്കും. ഹസ്ബൻഡ് അവിടെ ഉണ്ടാവും ചെയ്യുന്നത്. ആദ്യം നമ്മൾ വന്ന സമയത്തൊക്കെ സാറും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാർ അവിടെ നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ കണക്കൂടെ ഒരു 4000 ഗ്രാഫ്റ്റ് വെക്കുന്നൊക്കെ ഇപ്പോൾ എത്രയാണ് ചിലവ് വരിക? നമ്മളിവിടെ 40,000 മാത്രം. അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ മെഡിസിൻ സാധാരണ നമ്മളൊരു 3000 എക്സ്ട്രാ വാങ്ങിച്ചത്. അതിപ്പോൾ ഈ ഒരു 31 വരെ ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ നേരത്തെ ചെയ്തോണ്ടിരുന്നത് 10 rupees per graft, 3000 മെഡിസിനും പിന്നെ PRP ഫ്രീ ഉണ്ടായിരുന്നു. ഫുഡ് ആൻഡ് അക്കോമഡേഷനും അതൊക്കെ ഫ്രീ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഓപ്പണിംഗ് ആയതുകൊണ്ട് January 31st വരെ ഗ്രാഫ്റ്റിന് 10 rupees മാത്രമേ ഉള്ളൂ. ബാക്കി PRP പകരം GFC 3 ഫ്രീ ആണ്. പിന്നെ 3000 മെഡിസിൻ ഉള്ളത് അത് 3000 അത് ഫ്രീ ആണ്. പിന്നെ ആശ്വാസം നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനും നേരത്തെ ഇപ്പൊ നമുക്ക് 4000 ഗ്രാഫ്റ്റ്സ് ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് 43,000 വരുമായിരുന്നു. അപ്പം PRPക്ക് ഒരു 2000 GFCക്ക് 2000 ആയിരുന്നല്ലോ. അത് ആദ്യത്തെ 3 നമ്പർ ടോട്ടൽ ആകുമ്പോൾ 6000 അടുത്ത് നമുക്ക് ഫ്രീ കിട്ടും. ഫ്രീ ആയിട്ട് GFCന്റെ 3000 കൂടി നമുക്ക് ലാഭമായിരിക്കും. GFC 6000 ആയിരിക്കും. GFCന് തന്നെ 6000 ആണ്. അതിന്റെ കൂടെ മെഡിസിൻ. അപ്പോൾ ടോട്ടലി 9000 അടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട്. അതെ. പിന്നെ ഇപ്പോൾ നമ്മൾ പേഷ്യൻസ് കൂടെ കുറേ പേര് വരുമല്ലോ, പാരയിലൊക്കെ വരുന്നത്. അപ്പോൾ അവരൊക്കെ സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുന്നുണ്ടോ? ഇവിടെ പേഷ്യൻസിനകത്ത് നമ്മൾ സ്റ്റേ ചെയ്യിപ്പിക്കില്ല. പേഷ്യൻസിന് അറ്റൻഡേഴ്സിനടുത്ത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുൾ പ്രൊസീജിയർ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും അറിയാണ്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ച ഒരു ഇൻഫെക്ഷൻ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ അറ്റൻഡേഴ്സിനെ എടുക്കാതെ അറ്റ്ലീസ്റ്റ് അതാണ്. ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് വന്നാൽ മതി. അതെ. വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വന്നാൽ മതി. കുറേ ആൾക്കാർ അവിടെ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നെക്സ്റ്റ് പക്ഷേ സെൽഫ് ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് അന്ന് രാത്രി നമ്മൾ അയക്കില്ല. മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ഉറക്കം വരില്ല. അപ്പോൾ അന്ന് ദിവസം എന്തായാലും രാത്രി പോകാൻ പറ്റില്ല. അത് കുറച്ച് ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ 1-2 മണിക്കൂറിൻ്റെ ട്രാവലൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവരെല്ലാം സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് പിന്നെ അയക്കുള്ളൂ. അങ്ങനെ നമുക്ക് തനിയെ വരാന്നുള്ള ഇതേ ഉള്ളൂ. അതായത് സാധാരണ നമ്മുടെ ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന അന്നും പിറ്റേന്ന് വൈകുന്നേരം നമ്മൾ പോലെ. അപ്പൊ പിറ്റേന്ന് വൈകുന്നേരം പോലെ നടക്കൂല, പിറ്റേ ദിവസം നടക്കും. അപ്പൊ ആ സ്റ്റേ നമ്മളിവിടെ കാരണം സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്ക് മെഡിസിൻസ് എടുക്കുന്നുണ്ട്, ഉറക്കം കാര്യങ്ങളൊക്കെ വരുന്നത് സേഫ് ആയിരിക്കും. അതുകൊണ്ട് അന്ന് രാത്രി അവിടെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം, എന്നിട്ട് നമുക്ക് അയക്കുള്ളൂ. അങ്ങനെ തൊട്ടിപ്പാളയപ്പീനോട് ഇവിടെ പറയട്ടെ നമ്മള്. ഭയങ്കര പൊടിയല്ലേ ഇവിടെ, ഭയങ്കര പൊടിയായിട്ട് മാസ്ക് ഇട്ട് വന്നുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എടുക്കാൻ മറന്നു. ഒന്നുമില്ല, ഈ ഏരിയ റോഡ് പണി നമ്മുടെ അത്ര ഒന്നുമില്ല. ഇനി ഇവന് പെരുന്തൽമണ്ണക്കടേ പെരുന്തൽമണ്ണക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കമ്പനി അടിച്ച് പോകും. പിന്നെ അവിടെ നമുക്ക് ആകെ 10 കിലോമീറ്റർ അല്ലേ, അങ്ങനെ പോകും. സമയം എത്രയായി? എൻ്റെ സമയം 1 മണിയാവണം. 1 മണിയായിട്ടോ? ഫുഡും കഴിച്ചിട്ട് സിഗില് തൊട്ടിപ്പാളെ ബസ് വരുന്നു. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിട്ടോ. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാണ്ടതാ ഈ ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ പ്രാവശ്യം. അപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ ഹോട്ടൽ നോക്കാം. അതേപോലെ KSRTC സ്റ്റാൻഡ് അവിടെ ഉണ്ട്, വേറെ ഹോട്ടലിൽ നല്ല ഫുഡ് നോക്കാം. നേരെ ഗാന്ധിപുരം ജംഗ്ഷനിൽ എത്തിട്ടോ. അവിടെ നിന്നും 21 രൂപയാണ് ചാർജ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നൂഡിൽസൊക്കെ കഴിച്ച് വന്നപ്പോൾ ഉണ്ട് നേരെ കോഴിക്കോട്ടേക്ക് ഒരു ബസ് കിട്ടി, KSRTC. അതിലാണ് പിരിക്കണത്. നേരെ ഞാൻ മലപ്പുറം ഇറങ്ങും. മലപ്പുറം വൈക്കെടുത്തിന് ഈ എവിടെയാണ്? പാലക്കാട് നിന്ന് ബസ് കയറല്ലേ? പാലക്കാട് ബസ് കയറല്ലേ? അപ്പോൾ പാലക്കാട് ഇറങ്ങേണ്ട അങ്ങനെ പോകട്ടോ. അപ്പോൾ എന്നാൽ വീട് അവസാനിച്ചാലോ? ഒന്നുമില്ല, ഞാൻ നേരെ വീട്ടിൽ പോകാത്രേ ഉള്ളൂ. ഏതൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.